അടുക്കള ബൈ ഷെറീന എന്നുള്ള യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവക്കാഡോ ചോക്ലേറ്റ് പുഡിംഗാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്രക്കും സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവക്കാഡോ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 നല്ലോണം പഴുത്ത അവക്കാഡോ നോക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും നല്ലോണം പഴുത്തത് എടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഒരു കാമ്പുണ്ടല്ലോ അത് നമുക്ക് എടുക്കണം. ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ മാറ്റിയാണ്. അപ്പോൾ രണ്ടും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഇനി കൊക്കോ പൗഡർ ചേർക്കാൻ പോവുകയാണ്. 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 2 അത്യാവശ്യം വലുപ്പമുള്ള അവക്കാഡോക്കാണ് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഹണി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും മതി. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. നല്ല തണുത്ത പാല് നോക്കിയിട്ട് എടുക്കുക. ഒരു 3/4 ഗ്ലാസ് പാല്. അപ്പോൾ അവക്കാഡോ നല്ല തണുപ്പ് വേണം കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. നല്ല തണുത്തിട്ടുള്ള അവക്കാഡോയും പാലും അങ്ങനെ തന്നെ എടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ നല്ല പോലെ അടിച്ചെടുത്തിട്ട് വരാം. നല്ല ക്രീം ടെക്സ്ചറിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലോട്ട് ഹാഫ് മാറ്റണം. ഞാനിവിടെ ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഹാഫ് ഇട്ടിട്ട് ജസ്റ്റ് പരത്തി കൊടുക്കാം ഒരു സ്പൂണും കൊണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകം മധുരം എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കുക. നല്ല തണുപ്പാവുന്നതുകൊണ്ട് തന്നെ മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം മധുരം ഇട്ടോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇതിലോട്ട് കാഷ്യൂനട്ടും അതുപോലെ പിസ്തയും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട്, പൊടിയരുത്, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫസ്റ്റ് ലെയറിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വാനില ഐസ്ക്രീം ചേർക്കുകയാണ്. ഞാൻ എടുത്തിട്ടുള്ള ഐസ്ക്രീം നല്ല തിക്കാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മെൽട്ടായിട്ടുള്ളത് എടുക്കുക. ഒരുപാടങ്ങ് മെൽട്ടാവും ചെയ്യരുത്. അപ്പോൾ ആകപ്പാടെ വെള്ളമായി പോവും. അപ്പോൾ ഇങ്ങനെ ഇതൊന്ന് പരത്തി കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള പുഡിംഗ് മിക്സ് കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള കാഷ്യൂനട്ടും പിസ്ത പൊടിച്ചതും കൂടി അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തണുപ്പോട് കൂടിയിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മളിത് ഉണ്ടാക്കൽ കഴിഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇത് ജസ്റ്റ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. 10 മിനിറ്റ് കേട്ടോ, അതിലും കൂടരുത്. താഴെ വെക്കരുത് കേട്ടോ. താഴെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീമും മെൽട്ടായി പോവും. അപ്പോൾ താഴെ വെക്കരുത്. ഫ്രീസറിൽ വേണമെങ്കിൽ 10 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കരുത്. 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തിട്ട് സെർവ് ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാം തിക്കാണല്ലോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.